ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചീരത്തൈ കൊണ്ടുപോയിട്ട് മണ്ണിൽ നടാനായിട്ട് പോവുകയാണ്. 2 ദിവസം മുന്നേ നമ്മൾ പയറും തൈ കൊണ്ടുപോയിട്ട് മണ്ണിൽ നട്ടുണ്ടായി. അത് പക്ഷേ ഞാൻ ഷോർട്ട്സ് ആയിട്ടായിട്ടുണ്ടായിരുന്നത്, പക്ഷേ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്നത് ക്യാപ്സിക്കത്തിൻ്റെ തൈയുണ്ട്. ക്യാപ്സിക്കം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ക്യാപ്സിക്കത്തിൻ്റെ കുരു കൊടുത്തിട്ട് ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ബെഡിൽ നടണം. അതുപോലെ മുളപ്പിക്കാൻ പറ്റിയിട്ടുള്ള സാധനം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ചകിരിച്ചോറ് ഇട്ടിട്ട് നടണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഈ ഇപ്പുറത്ത് ഇടത്തെ സൈഡിൽ കാണുന്നതാണ് ചീരയുടെ തൈ. ഇത് കൊണ്ടുപോയിട്ട് ഇപ്പം നടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് മണ്ണൊക്കെ ആകെ ഇളകി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടാമെന്ന് വിചാരിച്ചു. അധികകാലം നമുക്ക് ഈ ബെഡിൽ ഇങ്ങനെ നിർത്താൻ പറ്റില്ല. അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് വളരുള്ളൂ. ഇത്രയും തന്നെ എത്ര നാൾ നിന്നിട്ടുണ്ടെങ്കിലും വളരുള്ളൂ. ഇത് മാതള നാരങ്ങയുടെ ഒരു തയ്യാണ്. ഇത് എന്നും ഇപ്പോൾ നനയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്നിപ്പോൾ നനയ്ക്കേണ്ട കാര്യമില്ല. കണ്ടില്ല, മണ്ണൊക്കെ അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുഴിച്ചിടാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു തൂമ്പുണ്ട്. ആ തൂമ്പ് വെച്ചിട്ട് അത് ഇനിയിപ്പോൾ കുഴിച്ചിടണം. ചെറുതായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഈ തൂമ്പ് മതിയാകും. കൈത്തൂമ്പ ഇങ്ങനെയുള്ള ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പരിപാടികൾ തോട്ടത്തിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വടിച്ച് മാറ്റുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ബാക്കിൽ ഊർത്ത സാധനം നമ്മുടെ ഈ ചവറൊക്കെ വടിച്ച് മാറ്റണ കോലിൻ്റെ അതേ സിസ്റ്റം തന്നെയാണത്. മണ്ണ് ഇത്തിരി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈകൾ ഓരോന്നോരോന്നായിട്ട് പിരിച്ചു വയ്ക്കാം. അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ പൊന്തി പോന്നോളും. പിന്നെ മുകളിൽ നിന്ന് വലിച്ചെടുത്താൽ മതി. സംഭവം കയ്യിലേക്ക് പെട്ടെന്ന് കിട്ടും. ഇതുപോലെ ഇതിൽ നിന്ന് പിരിച്ചെടുക്കരുത്. ഇതിൽ നിന്ന് ഇങ്ങനെ തന്നെ എടുത്ത് വേണം നടാനായിട്ട്. ചെറിയൊരു കുഴി എടുത്തിട്ട് കൈ കൊണ്ട് ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അവിടെ നടാം. കണ്ടില്ലേ, ഇതുപോലെ അത്ര ഉള്ളൂ കാര്യം. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീരയും പിന്നെ ഈ പയറും കാര്യങ്ങളൊക്കെ നമുക്കൊരു റിക്രിയേഷണൽ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ട് കിട്ടുന്നത്. ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വയ്ക്കുക. സംഭവം അടിപൊളിയല്ലേ, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇതിൻ്റെ വളർച്ച കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. ഇപ്പം ഇന്ന് നമ്മൾ നട്ട് പിറ്റേ ദിവസം പോയിട്ട് അതിൻ്റെ പുതിയ ഇലകളും പുതിയ മുള വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് പ്രത്യേകം അത് ഇഷ്ടപ്പെടും. അവർക്കതൊരു പ്രത്യേക ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യും. ഞാനങ്ങനെ ബാക്കിയുള്ളതൊക്കെ കൂടി അങ്ങനെ നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം അവിടെ തന്നെ നടാന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 തൈക്കൂട്ടങ്ങളുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് നടുക. വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. മനസ്സിലായി? ഇത് എന്ത് സാധനം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നനയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയല്ല. ജസ്റ്റ് സ്പ്രേയർ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതൊരു സാധനമാണ്, ഒരു അഡാപ്റ്റർ പോലത്തെ ഒരു സാധനം. ഇത് നമുക്ക് നമ്മുടെ പൈപ്പിൻ്റെ തുമ്പത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ പല പല ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഓഫീസ്, നമ്മുടെ
കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ. അഗ്രോഫാം എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ ആ കമ്പനിയിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ ഉണ്ട്, കണ്ടില്ലേ? ഇത് നമുക്കവിടെ പൈപ്പിൻ്റെ തുമ്പത്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. ഇതുപോലെ പൈപ്പ് എടുക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് അങ്ങനെ ഇറക്കി വയ്ക്കുക. ഇതിൻ്റെ ഈ അറ്റത്തുള്ള സംഭവമാണ് നമ്മുടെ ഈ തോട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിന് പറ്റിയത്. അല്ലാണ്ടും വലിയ വലിയ വണ്ണമുള്ള പൈപ്പുകളുണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറ്റിയാണെങ്കിൽ അതിൻ്റെ ഹയറായിട്ടുള്ള വണ്ണത്തിലുള്ള ഇതാണ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ടാപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്ക് ഭംഗിയിൽ വെള്ളം വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം കുറച്ച് നീളമുള്ള പൈപ്പാണിത്. അതില്ലേ വെള്ളം വരണ്ട, നല്ല ഭംഗിയിൽ തന്നെ വരും പൈപ്പിൽ നിന്നുള്ള. ഈ കാണുന്നത് മുന്നിൽ വച്ചിരുന്ന ഒരു കുരുമുളകിൻ്റെ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ ഇതുവരെ വളർന്നിട്ടില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം വളരുമെന്ന്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്, ആയിട്ടില്ല. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുള പോലെ ഇരിക്കുന്ന ഇതൊന്നിനൊന്നും ഒരു പ്രശ്നങ്ങളും പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഫോഴ്സിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ സാധനം ഇല്ലാണ്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം തെറിച്ചു പോകും. അവിടെ നിന്ന് നട്ടതൊക്കെ തെറിച്ചു പോകും. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇതുപോലത്തെ ഒരു സാധനം മേടിച്ചാൽ മതി. കണ്ടില്ലേ, അവിടെ തന്നെ ഉണ്ട് സാധനങ്ങൾ, എവിടേക്കും പോയിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏലത്തിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നിങ്ങളെ ഇതിൻ്റെ ഭംഗിയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുള്ള ജഗ് ഉണ്ടാകും, ജഗ്ഗിൻ്റെ ടൈപ്പ് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇങ്ങനെ ചരിക്കുമ്പോൾ തന്നെ ഇതുപോലെ വെള്ളം വരുന്നത്, അതിൻ്റെ ഒരു വേറെ മോഡൽ. ഇതിനകത്ത് വെള്ളം കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുളിയുടെ കായ്ച്ച് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അത് കൂടുതലും പഴുത്ത് നിലത്ത് വീണ് പോവാണ്. അപ്പുറത്തെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറിച്ചെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളിനൊക്കെ നല്ല അതിനൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന ഒരു സാധനമുണ്ടത്. ഞാനിടയ്ക്ക് ഉപ്പിലൊക്കെ മുക്കി തിന്നാറുണ്ട്. അങ്ങനെ കുറച്ച് തിന്ന് നോക്കി, ഉപ്പും മുളകും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.